വ്യക്തമാക്കുകയായിരുന്നു. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. CBI സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം CGM കോടതിയെ സമീപിച്ചു. കുടുംബത്തിന്റെ ഹർജിയിൽ CBIക്ക് കോടതി നോട്ടീസ് അയച്ചു. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, കുടുംബം പുതുതായി ഇതിൽ നടത്തുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് സലീം? ശ്രീജിത്ത്, ഈ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട നേരത്തെ CBI സമർപ്പിച്ച റിപ്പോർട്ട് നേരത്തെ മുതൽ തന്നെ കുടുംബം തള്ളുകയായിരുന്നു. മാത്രമല്ല അത് കൊലപാതകമാണ് എന്നുള്ള നിരന്തരമായി അവർ പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ CBI അന്വേഷണ റിപ്പോർട്ടിനെതിരെയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ CBI അന്വേഷണത്തിനെതിരെ കുടുംബം പലതവണ രംഗത്തെത്തിയിരുന്നു. CBI സ്വാധീനത്തിന് വഴങ്ങുകയാണ് ചെയ്തതെന്നും ഈ കേസ് പിൻവലിക്കാൻ പോലും DYSP അനന്തകൃഷ്ണൻ തന്നെ സമീപിച്ചിരുന്നുവെന്നും ബാലഭാസ്കറിന്റെ പിതാവ് വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ സ്വർണ്ണക്കവർച്ച കേസിൽ പിടിയിലായതിന് പിന്നാലെയായിരുന്നു ഈ ആരോപണം ഉയർത്തുകയും ചെയ്തത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ സ്വാധീനത്തിനായിരുന്നു CBI വഴങ്ങിയത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. മാത്രമല്ല അപകടമുണ്ടായ ദിവസം ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത് എന്ന് ഒരു ആരോപണം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കുടുംബം കടക്കുന്നത്. ഈ നീക്കത്തിന് ഒപ്പം തന്നെ അതിൽ കോടതിയുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. CBI സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്നുള്ള ഈ നീക്കത്തിനെതിരെ ഉടൻ തീരുമാനമെടുക്കണം എന്നുള്ള നിലയിൽ കുടുംബത്തിന്റെ ഹർജിയിൽ CBIക്ക് കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനി അതിൽ CBIയുടെ മറുപടി. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. CBI അന്വേഷണത്തിനെതിരെ നേരത്തെ തന്നെ കുടുംബം ചില ആക്ഷേപങ്ങൾ, പരാതികൾ ഉയർത്തുന്നുണ്ട്. CBI സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.